ഡീവിയേഷൻസ് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ എന്താണ് കറക്റ്റ് ചെയ്യും. ദാറ്റ് ഇസ് വാട്ട് എന്തെന്ന് പറയുന്നത് കൺട്രോളിംഗ് എന്ന് പറയുന്നത് അല്ലേ. പിന്നെ കൺട്രോളിങ്ങിൽ എന്താണ്, കൺട്രോളിങ് നമുക്കറിയാം പ്രൈമറി ഫങ്ഷൻസ് അല്ലേ. പ്രൈമറി ഫങ്ഷൻ നമ്മൾ അഡ്വാൻസ് ആയിട്ട് ഡിസൈഡ് ചെയ്യുന്നത്. ഈ പറയുന്ന കൺട്രോളിംഗ് എന്ന് പറയുന്നത് സെക്കൻഡറി ഫങ്ഷൻ ആണ്. കാരണം നമ്മൾ എക്സിക്യൂട്ട് ചെയ്തതിന് നടത്തി കഴിഞ്ഞതിന് ശേഷം ചെക്ക് ചെയ്യുന്നതാണ്. സോ ഇറ്റ് ഇസ് വാട്ട് സെക്കൻഡറി ഫങ്ഷൻ എന്ന് പറയുന്നത്. ഈ പ്ലാനിങ് നമ്മൾ എന്താണ്, നമ്മൾ ആക്ഷൻ എടുക്കുന്നതിന്റെ മുമ്പേ അവിടെ ചെയ്യുന്നതാണ്. റൈറ്റ്, ആഫ്റ്റർ ദ ആക്ഷൻ നമ്മൾ ചെയ്യുന്നത് ഡ്യൂറിങ്ങും ഉണ്ട് അല്ലെ, ആഫ്റ്റർ ദ ആക്ഷനും ഉണ്ട് അല്ലെ. കൺട്രോളിങ് ഡ്യൂറിങ് വരുന്നത് എന്താണ്, ഡ്യൂറിങ് ഇത് നമ്മൾ ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്, നമ്മൾ പഠിച്ചത് പറയും. ഡ്യൂറിങ് ഇത് എന്തായിരുന്നു, ഫീഡ് ഫോർവേഡ് അല്ല, ഫീഡ് ഫോർവേഡ് എന്ന് പറയുമ്പോൾ കോൺകറന്റ് ആണ് അല്ലെ. ഡ്യൂറിങ് ആൻഡ് ആഫ്റ്റർ ദ ആക്ഷൻ, ഡ്യൂറിങ് നമ്മൾ ചെയ്യുന്നതാണ് ഈ പറയുന്ന കോൺകറന്റ് എന്ന് പറയുന്നത്. ആഫ്റ്റർ എന്താണ്, ഫീഡ്ബാക്ക്. മുമ്പേ പ്ലാൻ ചെയ്ത് മുമ്പേ നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് എന്താണ്, ഫീഡ് ഫോർവേഡ് കൺട്രോൾ. ഓക്കെ, നോട്ട് ചെയ്യുക. ഇതിന്റെ പേർപ്പസ് എന്താണ്, നമ്മൾ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുക, നമ്മുടെ കോഴ്സ് ഓഫ് ആക്ഷൻ ഒക്കെ ഡീറ്റർമൈൻ ചെയ്യുന്നതാണ്. പിന്നെ ടു എൻഷുർ നമ്മുടെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്തോ ഇല്ലയെന്ന് നമ്മൾ നോക്കുന്നതാണ്. പിന്നെ ഫോക്കസ് എന്താണ്, എന്ത് ചെയ്യണമെന്ന് അല്ലേ, എന്ത് ചെയ്യണമെന്ന് ഫോക്കസ് ചെയ്യുന്നതാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. റിസൾട്ട്സ് ടു ബി അച്ചീവ്ഡ്, റിസൾട്ട്സ് ടു ബി അച്ചീവ്ഡ്, റിസൾട്ട്സ് അച്ചീവ്ഡ് എന്താണ്, വാട്ട് ഈസ് ബീങ് ഡൺ അല്ലേ, എന്താണ് ചെയ്തതെന്ന് നമ്മൾ ഫോക്കസ് ചെയ്യുന്നതാണ് കൺട്രോളിംഗ് എന്ന് പറയുന്നത്. റിസൾട്ട്സ് അച്ചീവ് എന്ന് പറയുന്നത് ഇന്റലക്ച്വൽ ആൻഡ് ക്രിയേറ്റീവ് തിങ്കിങ് ഫംഗ്ഷൻ ആണ് പ്ലാനിങ്. അതുകൊണ്ട് തന്നെ ഇന്റലക്ച്വൽ ആൻഡ് ക്രിയേറ്റീവ്. ഇതെന്ന് പറയുന്നത് ഇവാലുവേറ്റിംഗ് ആൻഡ് കറക്റ്റിംഗ്. സോ ഇറ്റ് ഈസ് കോൾഡ് ചെക്കിംഗ് ഫംഗ്ഷൻ. ഓക്കെ, പ്ലാനിങ് വിത്തൗട്ട് കൺട്രോളിംഗ് കൺട്രോളിംഗ് ഇല്ലാതെ നമ്മൾ പ്ലാനിങ് വിത്തൗട്ട് കൺട്രോളിംഗ് എന്ന് പറയുന്നത് ഒരു ഡയറക്ഷൻ ഇല്ലാത്തൊരു ഇതായിട്ട് മാറും. ഓക്കെ, കൺട്രോളിംഗ് വിത്തൗട്ട് പ്ലാനിങ് എന്ന് പറയുന്ന ഒരു എയിം ഇല്ലാത്തതായിട്ട് മാറും. ഓക്കെ, നോട്ട് ചെയ്യുക. ലീഡ്സ് ടു പ്ലാനിങ് എന്താണ്, നമ്മൾ ആക്ഷനിലോട്ട് ലീഡ് ചെയ്യുന്നു. കൺട്രോളിംഗ് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ സക്സസിലോട്ട് ലീഡ് ചെയ്യുന്നു. ഓക്കെ, ഫൈൻ. നെക്സ്റ്റ് നമ്മൾ പോവാണ്, എന്താണ് ടെക്നിക്സ് ഓഫ് കൺട്രോളിംഗ് അല്ലേ. കൺട്രോളിന്റെ ടെക്നിക്സിലോട്ട് പോവാണ്. സോ ആദ്യം തന്നെ എന്താണ് നമ്മൾ പറയുന്നത്, ട്രഡീഷണൽ നമുക്ക് ടെക്നിക്സ് എന്താണ്, രണ്ട് ടൈപ്പ് ഓഫ് ടെക്നിക്സ് ഉണ്ട് അല്ലേ. ഒന്നെന്ന് പറയുന്നത് എന്താണ്, ട്രഡീഷണൽ ടെക്നിക്സും പിന്നെ മറ്റത് എന്താണ്, മോഡേൺ ടെക്നിക്സ്. നോട്ട് ചെയ്യുക, ട്രഡീഷണൽ ടെക്നിക്സും മോഡേൺ ടെക്നിക്സും. ആദ്യം തന്നെ എന്താണ്, നമുക്ക് ട്രഡീഷണൽ ടെക്നിക്സിലോട്ട് പോകാം അല്ലേ. ട്രഡീഷണൽ ടെക്നിക്സിൽ എന്താണ് വരുന്നത്, നമുക്ക് നോട്ട് ചെയ്യുക. ട്രഡീഷണൽ ടെക്നിക്സും മോഡേൺ ടെക്നിക്സിലും വരുന്നത് എന്തൊക്കെയാണ് നോട്ട് ചെയ്യാം. ട്രഡീഷണൽ ടെക്നിക്സിൽ വരുന്നതാണ് ഈ പറയുന്ന ബഡ്ജറ്ററി കൺട്രോളും സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, റേഷ്യോ അനാലിസിസ്, ഇന്റേണൽ ഓഡിറ്റ്, ബ്രേക്ക് ഈവൻ അനാലിസിസ് ഒക്കെ എന്താണ് ട്രഡീഷണൽ ടെക്നിക്സിൽ വരുന്നത്. മോഡേൺ ടെക്നിക്സിൽ MIS, മാനേജ്മെന്റ് ഓഡിറ്റ്, റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ്, പേർട്ടും CPM ഒക്കെ മോഡേൺ ടെക്നിക്സിൽ വരുന്നതാണ്. ഓക്കെ, നോട്ട് ചെയ്യാം. സോ എന്താണ് ഈ പറയുന്ന ബഡ്ജറ്ററി കൺട്രോൾ എന്ന് പറയുന്നത്. ബഡ്ജറ്ററി കൺട്രോൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ആക്ച്വലായിട്ട് നമ്മൾ എന്താണ് സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട് കാണുമല്ലോ, ആ എമൗണ്ട് നമുക്ക് ആക്ച്വലായിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്ത എമൗണ്ട് നമ്മൾ ഓൾറെഡി മുമ്പേ പ്ലാൻ ചെയ്ത ഒരു ബഡ്ജറ്റ് കാണും അല്ലെ. പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന ബഡ്ജറ്റുമായിട്ട് കമ്പയർ ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്, ഈ ബഡ്ജറ്ററി കൺട്രോൾ എന്ന് പറയുന്നത്. ആ ടെക്നിക്കാണ് ബഡ്ജറ്ററി കൺട്രോൾ ടെക്നിക്. ഓക്കെ, രണ്ടെന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ആണ്. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു പ്രോഡക്റ്റ് എന്ന് ചിന്തിക്കുക. ഓക്കെ, ആ പ്രോഡക്റ്റിന്റെ ആക്ച്വൽ കോസ്റ്റും പിന്നെ നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്തൊരു കോസ്റ്റും കൂടെ ഉണ്ട് അല്ലേ. ആ കോസ്റ്റ് നമ്മൾ കമ്പയർ ചെയ്യുന്നതാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം നമ്മുടെ സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറയുന്നത് 100, ഒരു പ്രോഡക്റ്റിന്റെ സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറയുന്നത് 100 എന്ന് വിചാരിക്കുക. അതിന് പക്ഷേ ആക്ച്വൽ കോസ്റ്റ്, സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്ലാൻ ചെയ്ത കോസ്റ്റ് അല്ലേ. ആക്ച്വൽ കോസ്റ്റ് യഥാർത്ഥത്തിൽ ആ കോസ്റ്റ് എന്തായി, എത്ര രൂപയായി, അത് 110 ആയെന്ന് വിചാരിക്കാം. സോ ഈ കമ്പാരിസൺ ആണ് എന്തെന്ന് പറയുന്നത്, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ റേഷ്യോ അനാലിസിസ് എന്താണ്, ഇതെന്താണ് കമ്പനിയുടെ പെർഫോമൻസ് ഇത് ചെയ്യാനായിട്ട് എന്താണ് അവർ ഫിനാൻഷ്യൽ റേഷ്യോസ് ആണ് നമ്മുടെ കമ്പനിയുടെ ഫിനാൻഷ്യൽ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് ഫിനാൻഷ്യൽ റേഷ്യോസ് ആണ് ഇവരിവിടെ യൂസ് ചെയ്യുന്നത്. ആ റേഷ്യോസ് എന്തൊക്കെയാണ്, കറണ്ട് റേഷ്യോ, നമ്മുടെ പ്രോഫിറ്റ് റേഷ്യോ, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ഇതിലാണ് വരുന്നത്. നോട്ട് ചെയ്യുക, കറണ്ട് റേഷ്യോ, പ്രോഫിറ്റ് റേഷ്യോ, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്, ഇതൊക്കെ ഇതിലാണ് വരുന്നത്. നോട്ട് ചെയ്യുക. പിന്നെ വരുന്നത് ഇന്റേണൽ ഓഡിറ്റ് ആണ് അല്ലെ. ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ കമ്പനി നമ്മൾ ചെക്ക് ചെയ്യണം എന്താണ്, നമ്മുടെ കമ്പനി വർക്ക്സും റെക്കോർഡ്സും കറക്റ്റ്, കമ്പനി വർക്കും അതിന്റെ റെക്കോർഡ്സും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നതാണ് ഇന്റേണൽ
ഓഡിറ്റ് എന്ന് പറയുന്നത്. ഈ ഇന്റേണൽ ഓഡിറ്റ് കറക്റ്റ് ആയിട്ടാണ്, അക്യുറസി ആണ്, എഫിഷ്യൻസി റിലേറ്റഡ് നമ്മൾ എന്താണ് ഈ പറയുന്ന ഇത് ഓഡിറ്റ് ചെയ്യുന്നതാണ്. ആ ഓഡിറ്റ് നമ്മളിപ്പം മിക്കപ്പോഴും എന്താണ് നമ്മുടെ ഈ പറയുന്ന എല്ലാ ഇയേഴ്സിലും അല്ലെ, എല്ലാ ഇയേഴ്സും ഈ പറയുന്ന നമ്മുടെ അക്കൗണ്ട്സിൽ കമ്പനി ഓഡിറ്റ് നടത്തും. ദാറ്റ് ഇസ് വാട്ട് ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ഇന്റേണൽ ഇൻഡിപെൻഡന്റ് എക്സാമിനേഷൻ ഓഫ് റെക്കോർഡ്സ് ആണ് നമ്മുടെ കമ്പനിയുടെ അക്യുറസിയും എഫിഷ്യൻസി കാര്യങ്ങൾ നോക്കുന്നതാണ്. എല്ലാ ഇയേഴ്സിലും ഇത് നടത്തും. പിന്നെ ഇന്ന് എന്താണ് ബ്രേക്ക് ഈവൻ അനാലിസിസ് അല്ലേ. ഫൈൻഡ് ദ പോയിന്റ്സ് എന്താണ് ഇവിടെ എന്ന് പറയുന്നത് ടോട്ടൽ കോസ്റ്റ് ഈക്വൽ ടു ടോട്ടൽ റവന്യൂ. ദാറ്റ് ഈസ് വാട്ട് ബ്രേക്ക് ഈവൻ അനാലിസിസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്ക് എന്തായിട്ട് പറയും, ഈ പറയുന്ന കമ്പനി സ്റ്റാർട്ട്സ് ഏർണിംഗ് പ്രോഫിറ്റ്. നമ്മുടെ കമ്പനി പ്രോഫിറ്റ് ഏൺ ചെയ്യുന്ന ആഫ്റ്റർ സെല്ലിങ് എന്താണ് 1000 പ്രോഡക്ട്സ് സെൽ ചെയ്തതിന് ശേഷമാണ് അവർ ഈ പറയുന്ന പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, ദാറ്റ് ഇസ് വാട്ട് ഈ പറയുന്ന ബ്രേക്ക് ഈവൻ അനാലിസിസ് എന്ന് പറയുന്നത്. ആ ഒരു പോയിന്റിനെയാണ് ബ്രേക്ക് ഈവൻ അനാലിസിസ് എന്ന് പറയുന്നത്. വേറെ എന്താണ് നമ്മുടെ ടോട്ടൽ കോസ്റ്റും ടോട്ടൽ റവന്യൂയും ഈക്വൽ ആവുന്ന ടൈമാണ്. ഓക്കെ, പിന്നെ നമ്മൾ പറയുന്നത് എന്താണ് ഈ പറയുന്ന നമ്മുടെ മോഡേൺ ടെക്നിക്സിലോട്ട് പോവാണ്. മോഡേൺ ടെക്നിക്സിൽ ആദ്യം വരുന്നത് എന്താണ് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം. മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം ഈ നമ്മുടെ ഇവിടെ എന്ന് പറയുന്നത് നമ്മുടെ മാനേജേഴ്സിന് എന്താണ് ആക്യുറേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഇവിടെ നമുക്ക് കിട്ടും. എന്താണ് റൈറ്റ് ഇൻഫർമേഷൻ റൈറ്റ് ടൈമിൽ അവർക്ക് കിട്ടുന്ന ഇതാണ് ഈ പറയുന്ന മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ലൈക്ക് നമ്മുടെ സെയിൽസ് റിപ്പോർട്ട്സ് ആണെങ്കിലും ഇൻവെന്ററി റിപ്പോർട്ട്സ് ആണെങ്കിലും അതൊക്കെ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാം. ഓക്കെ, ദാറ്റ് ഈസ് വാട്ട് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം. ഇറ്റ് ഗിവ്സ് മാനേജേഴ്സ് എന്താണ് ദ റൈറ്റ് ഇൻഫർമേഷൻ അറ്റ് ദ റൈറ്റ് ടൈം. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് മാനേജ്മെന്റ് ഓഡിറ്റ് ആണ്. ഇപ്പം ഇവിടെ എന്ന് പറയുന്നത് നമ്മുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നതാണ്. ഹൗ വെൽ എന്താണ് നമ്മുടെ മാനേജേഴ്സ് പെർഫോം ചെയ്യുന്നത്, അവരുടെ പെർഫോമൻസ് ഇവാലുവേറ്റ്, ഹൗ വെൽ ദേ ആർ പെർഫോമിങ്, അത് ഇവാലുവേറ്റ് നമ്മൾ റിവ്യൂ ചെയ്യുന്നത്. മാനേജേഴ്സിന്റെ പ്ലാനിങ് ഡിസിഷൻസും കാര്യങ്ങളൊക്കെ റിവ്യൂ ചെയ്യുന്ന ഒരു പ്രോസസ്, ഇതാണ് മാനേജ്മെന്റ് ഓഡിറ്റ് എന്ന് പറയുന്നത്. മൂന്ന് പറയുന്ന റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ് ആണ് അല്ലേ. ഇപ്പം റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പം പല ഡിപ്പാർട്ട്മെന്റ്സ് അല്ലെ, എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിലും മാനേജേഴ്സ് കാണും. എല്ലാ മാനേജേഴ്സിനും എന്താണ് അതിൽ റെസ്പോൺസിബിൾ ആക്കുന്നതിൽ ഓരോരോ ഡിപ്പാർട്ട്മെന്റ്സിനും അവരെ റെസ്പോൺസിബിൾ ആക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ എന്താണ് നമ്മൾ ഈ പറയുന്ന സെയിൽസ് മാനേജർ അല്ലെ, അവരെന്താണ് ഈ പറയുന്ന സെയിൽസ് പെർഫോമൻസ് കാര്യങ്ങളും എല്ലാം ആയിരിക്കും അവർ റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. സോ ദാറ്റ് ഈസ് വാട്ട് എന്താണ് റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് എന്താണ് പേർട്ട് എന്ന് പറയുന്നത് എന്താണ് PRT എന്താണ് പേർട്ട് വിച്ച് ഇസ് എന്താണ് പ്രോഗ്രാം ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക് ആണ്. അത് നമ്മൾ എന്താണ് നമ്മുടെ നമ്മളെ പ്ലാൻ ചെയ്യാനും നമ്മുടെ പ്രോജക്ട്സ് കൺട്രോൾ ചെയ്യാനൊക്കെ എന്താണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അല്ലേ. ലൈക്ക് എന്താണ് നമ്മളിപ്പം ഒരു പുതിയൊരു ഓഫീസ് ബിൽഡ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ന്യൂ പ്രോജക്റ്റ് ലോഞ്ച് ചെയ്യുക, ഇതൊക്കെ എന്താണ് ഈ പറയുന്ന പേർട്ടിൽ വരുന്നതാണ്. CPM എന്ന് പറയുന്ന ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് എന്താണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആക്ടിവിറ്റീസിനെ ഐഡന്റിഫൈ ചെയ്യാനാണ് അല്ലേ. നമുക്ക് എന്താണ് ദാറ്റ് മസ്റ്റ് ബി കംപ്ലീറ്റഡ് ഓൺ ടൈം. ലൈക്ക് എന്താണ് നമുക്കിപ്പോൾ ഓൺ ടൈമിൽ നമുക്ക് പെട്ടെന്ന് അല്ലെങ്കിൽ ക്രിട്ടിക്കലായിട്ട് കംപ്ലീറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ കാണത്തില്ല. ലൈക്ക് നമ്മുടെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആക്ടിവിറ്റീസിനെ ഫോക്കസ് ചെയ്യാനാണ്. അത് നമുക്ക് എന്താണ് അറ്റ് ദ ടൈം എന്താണ് കംപ്ലീറ്റ് ചെയ്യുകയും വേണം എന്ന രീതിയിലുള്ള ലൈക്ക് ഈ പറയുന്ന കൺസ്ട്രക്ഷൻ പ്രോജക്ട്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇതിനൊക്കെ മിനിമം ടൈമേ കാണത്തുള്ളൂ. അതൊക്കെയാണ് ഈ പറയുന്ന ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ എന്താണ് ബാക്കി എന്താണ് നിങ്ങൾ ഈ പറയുന്ന ഇത് വായിച്ചു നോക്കുക. ഈ എല്ലാ കാര്യങ്ങളും വായിക്കുക. അപ്പോൾ വീഡിയോ പോസ് ചെയ്തിട്ട് വായിക്കുക. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ബഡ്ജറ്റിംഗ് കൺട്രോൾ ആണ് അല്ലേ. എന്താണ് ഈ പറയുന്ന ബഡ്ജറ്റിംഗ് കൺട്രോളിൽ നമ്മൾ അതിന്റെ പ്രോസസ്സും കാര്യങ്ങളും പറയുന്നത്. സോ എന്താണ് ഈ പറയുന്ന ബഡ്ജറ്റിംഗ് കൺട്രോൾ എന്ന് പറയുന്നത്. ബഡ്ജറ്റിംഗ് കൺട്രോൾ എന്ന് പറയുന്നത് നമ്മുടെ ഇൻകം ആൻഡ് എക്സ്പെൻസസ് പ്ലാൻ ചെയ്ത് അതിനെ ആക്ച്വൽ റിസൾട്ട്സ് ആയിട്ട് കമ്പയർ ചെയ്തിട്ട് എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് ബഡ്ജറ്ററി കൺട്രോൾ എന്ന് പറയുന്നത്. ബഡ്ജറ്റിംഗ് കൺട്രോളും ബഡ്ജറ്ററി കൺട്രോൾ എന്ന് പറയുന്നത്. എന്താണ് ബഡ്ജറ്ററി കൺട്രോൾ എന്ന് പറയുന്നത് നമ്മുടെ ഇൻകം എക്സ്പെൻസസ് ഒക്കെ കാണല്ലോ, അത് നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ട് നമുക്ക് ആക്ച്വലി കിട്ടിയ ഒരു റിസൾട്ട് ഉണ്ടല്ലോ അതുമായിട്ട് കമ്പയർ ചെയ്തിട്ട് എന്തെങ്കിലും ഡീവിയേഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്നിട്ട് നമ്മൾ അതിനെ എന്താണ് ഡീവിയേഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്നിട്ട് അതിനെ കമ്പയർ ചെയ്ത് കറക്റ്റ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് ബഡ്ജറ്ററി കൺട്രോൾ എന്ന് പറയുന്നത്. നോട്ട് ചെയ്യാം.
ഇതിലെന്താണ് ബഡ്ജറ്റ് കൺട്രോളിന്റെ പ്രോസസ്സ് എന്താണ് പറഞ്ഞത്. ആദ്യം നമ്മൾ ഒബ്ജക്റ്റീവ് എന്താണ് അത് സെറ്റ് ചെയ്യും. നമ്മൾ എന്താണ് ഇത് കാര്യങ്ങൾ ഇരിക്കും അല്ലെങ്കിൽ നമ്മൾ എന്താ ഇവിടെ പ്ലാൻ ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ എന്താണ് അതിനെ ഒബ്ജക്റ്റീവ്സ് എന്താണ് നമ്മുടെ ഒബ്ജക്റ്റീവ്സ് അത് സെറ്റ് ചെയ്തിട്ട് ബഡ്ജറ്റ് അവിടെ പ്രിപ്പയർ ചെയ്യുന്നു അല്ലേ. പ്രിപ്പയർ ബഡ്ജറ്റ് ഫോർ ഡിഫറെന്റ് ആയി ന്യൂമറേറ്റർ നമ്മൾ അതിനെ പ്രിപ്പയർ ചെയ്തിട്ട് ബഡ്ജറ്റ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. റെസ്പോൺസിബിൾ നമ്മളിവിടെ ആദ്യം നമ്മൾ എന്താണ് ഗോള് ഡിഫൈൻ ചെയ്യുന്നു, അതിനുശേഷം ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നു അല്ലേ. ഡിഫറെന്റ് ആക്റ്റീവ് ന്യൂമറിക് ടേംസിൽ നമ്മൾ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്ത് ഇത് ന്യൂമറിക് ടേംസിലാണെന്ന് അറിയാലോ. അത് പ്രിപ്പയർ ചെയ്തതിന് ശേഷം നമ്മൾ എന്താണ് മാനേജേഴ്സുമായിട്ട് എന്താണ് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിന് ശേഷം പെർഫോമൻസ് മെഷർ ചെയ്യുന്നു. ആക്ച്വൽ പീരിയോഡിക്കലുള്ള ആക്ച്വൽ പെർഫോമൻസ് മെഷർ ചെയ്തിട്ട് എന്തെങ്കിലും ഡീവിയേഷൻസ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഡീവിയേഷൻസ് മനസ്സിലാക്കിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള കറക്റ്റീവ് ആക്ഷൻസ് എടുക്കുന്നു. ദാറ്റ് ഈസ് വാട്ട് എന്തെന്ന് പറയുന്നത് ബഡ്ജറ്ററി കൺട്രോൾ പ്രോസസ്. ഇനി നിങ്ങൾക്ക് തന്നേക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്, ആൻസേഴ്സ് കൊടുത്തിട്ടുണ്ട് ഓൾറെഡി. സോ ഇത് നിങ്ങൾ എന്താണ് വായിച്ചു നോക്കിയിട്ട് പോസ് ചെയ്ത് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ഇതൊക്കെ വായിക്കേണ്ട കാര്യങ്ങൾ ജസ്റ്റ് വായിച്ച് ഇപ്പം നിങ്ങൾക്ക് എന്താണ് അർത്ഥങ്ങൾ മനസ്സിലാക്കാണ്. പിന്നെ നിങ്ങളിത് ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. ഓക്കെ. പിന്നെ നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് മാനേജ്മെന്റ് ബൈ എക്സെപ്ഷൻ ആണ്. എന്താണ് മാനേജ്മെന്റ് ബൈ എക്സെപ്ഷൻ എന്ന് പറയുന്നത്? ഈ പറയുന്ന നോട്ട് ചെയ്യാം. മാനേജ്മെന്റ് ബൈ എക്സെപ്ഷൻ എന്ന് പറഞ്ഞാൽ മാനേജേഴ്സ് എന്ന് പറയുന്നത് അവര് ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് മാത്രമേ അവർ ഫോക്കസ് ചെയ്യത്തുള്ളൂ. ചെറിയ കുഞ്ഞു ഇഷ്യൂസ് വരുമ്പോൾ അവരെന്താണ് മുന്നോട്ട് വരത്തില്ല. അവർ വലിയ കമ്പനിക്ക് എന്താണ് വലിയ ഇഷ്യൂസോ കാര്യങ്ങളോ എന്തെങ്കിലും ഫേസ് ചെയ്യുമ്പോൾ അവരവിടെ കാണും. എന്ന് പറയുമ്പോൾ നമ്മളിപ്പം വലിയ ഡീവിയേഷൻ ഇപ്പം നമ്മളിപ്പം ഓൾറെഡി പ്ലാൻ ചെയ്തു അല്ലേ. നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ട് നമ്മുടെ ആക്ഷൻ കൊണ്ടുവന്നിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യുന്നു അല്ലേ. കമ്പയർ ചെയ്യുന്ന സമയത്ത് വലിയ ഡീവിയേഷൻസ് വരുവാണെങ്കിൽ എന്താണ് മാനേജേഴ്സ് അതിൽ ഇൻവോൾവ് ചെയ്യും. ചെറിയ ഡീവിയേഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അവരെന്താണ് ഇറ്റ്സ് ഓക്കെ എന്ന രീതിയിൽ പോകും. ഓക്കെ, അതിൽ വലിയ പ്രോബ്ലംസ് കാണില്ല. എന്ന് വെച്ചാൽ ഇവിടെ സിമ്പിൾ മീനിങ് എന്താണ്, സ്മോൾ പ്രോബ്ലംസ് ഒക്കെ മാനേജേഴ്സ് ഇഗ്നോർ ചെയ്യും. ദേ ടേക്ക് ആക്ഷൻ ഓൺലി വെൻ ദർ ഇസ് ബിഗ് പ്രോബ്ലംസ് വരുന്ന സമയം മാത്രമേ ദേ കം ടു ആക്ഷൻ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രോസസ്സ് നമുക്ക് ഇതാണ് മാനേജ്മെന്റ് ബൈ എക്സെപ്ഷൻ്റെ മീനിങ് എന്ന് പറയുന്നത്. സോ ആദ്യത്തെ നമ്മുടെ എന്താണ് ഈ പറയുന്ന ഇതെന്താണ് സൈക്കിൾ എന്താണ് ഒന്നെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യുന്നുണ്ടല്ലേ. നമ്മുടെ ടാർഗറ്റ് എന്താണോ അല്ലെങ്കിൽ നമ്മുടെ ഗോൾ എന്താണോ നമ്മളവിടെ സെറ്റ് ചെയ്തതിന് ശേഷം എന്നിട്ട് എന്താണ് ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മുടെ സെയിൽസ് ടാർഗറ്റ് എന്ന് പറയുന്നത് പെർ ഡേ എന്താണ് 100 പ്രോഡക്ട്സ് ആണെന്ന് വിചാരിക്കാം. നമ്മളവിടെ സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്തു. പിന്നെ നമ്മൾ എന്താണ് നമ്മുടെ പെർഫോമൻസ് എന്താണ് മോണിറ്റർ ചെയ്യാണ് അല്ലേ. നമ്മുടെ നമ്മൾ ഓൾറെഡി നമുക്ക് കിട്ടിയ ആക്ച്വൽ റിസൾട്ടും നമ്മുടെ ഈ ടാർഗറ്റ് എന്ന് പറയുന്നത് 100 ആണ്. നമുക്ക് കിട്ടിയ ആക്ച്വൽ സെയിൽസ് ഇപ്പം 98 ആണെന്ന് വിചാരിക്കാം. ഇനി നമ്മൾ എന്താണ് പെർഫോമൻസ് ചെയ്തപ്പോൾ നമ്മൾ ഈ പറയുന്ന ആക്ച്വൽ റിസൾട്ടുമായിട്ട് നമ്മൾ എന്താണ് കമ്പയർ ചെയ്യാണ് അല്ലേ. കമ്പയർ ചെയ്തപ്പോൾ നിങ്ങൾ എന്താണ് ഐഡന്റിഫൈ എക്സെപ്ഷൻസ് അല്ലെ, ഡീവിയേഷൻസോ കാര്യങ്ങളോ ഐഡന്റിഫൈ ചെയ്യാണ്. അപ്പോൾ ഐഡന്റിഫൈ ചെയ്തപ്പോൾ നമുക്ക് 100ഉം 98ഉം അല്ലേ. 100ഉം 98ഉം കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് സ്മോൾ ഡിഫറൻസേ ഉള്ളൂ. ഇപ്പോൾ ഒരു 70ഉം 100ഒക്കെ ആണെങ്കിൽ നമുക്കതൊരു ബിഗ് ഡിഫറൻസ് ഉണ്ടെന്നൊക്കെ പറയാം അല്ലേ. സോ ഇവിടെ നമ്മൾ ഐഡന്റിഫൈ ചെയ്തപ്പോൾ എന്താണ് സ്മോൾ ഡിഫറൻസ് ആണ് വരുന്നത്. സോ എന്താണ് ഇവിടെ ഇനി എന്താണ് ഇവിടുത്തെ മാനേജേഴ്സ് എന്താണ് ടേക്സ് ആക്ഷൻ. മാനേജേഴ്സ് ടേക്സ് ആക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ് മാനേജേഴ്സിന്റെ അറ്റൻഷൻ ഇവിടെ എന്താണ് ചെറിയ ഡീവിയേഷൻസ് അല്ലേ ഉള്ളൂ. സോ മാനേജേഴ്സ് എന്താണ് ഇൻവോൾവ് ചെയ്യില്ല. ഇനിയിപ്പം വലിയ ഡീവിയേഷൻസ് ആണെങ്കിൽ എന്താണ് മാനേജേഴ്സ് ഇൻവോൾവ് ചെയ്യും അല്ലേ. ഇനി വലിയ ഡീവിയേഷൻസ് ഉണ്ടെങ്കിൽ എന്താണ് മാനേജേഴ്സ് ഇൻവോൾവ് ചെയ്തിട്ട് എന്താണ് അതിന് വേണ്ടിയിട്ടുള്ള കറക്റ്റീവ് ആക്ഷൻ എടുക്കും. ഇതാണ് നമ്മുടെ മാനേജ്മെന്റ് ബൈ എക്സെപ്ഷന് ഒരു എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞത്. ഓക്കെ, പിന്നെ നമുക്ക് ടോപ്പ് ലെവലും മിഡിൽ ലെവലും ലോവർ ലെവൽസും കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാലോ. ജസ്റ്റ് വായിച്ചു നോക്കുക. ബാക്കി കാര്യങ്ങൾ നിങ്ങൾ ഇത് വായിച്ചു നോക്കാൻ എന്താണ് പറയുന്നതെന്ന് പറഞ്ഞതാ. ഇതിൽ ഓൾറെഡി എക്സാമ്പിൾസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾ ഇപ്പം നിങ്ങളുടെ മനസ്സിൽ ഇതിപ്പോൾ പെട്ടെന്ന് കുറച്ചും കൂടി ലോങ് ടേം ഇതിരിക്കും. സോ അതുകൊണ്ട് തന്നെ എന്താണ് അത് വായിച്ചു നോക്കുക ജസ്റ്റ് ഒന്ന്. പിന്നെ നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് ബെഞ്ച് മാർക്കിംഗ് ആൻഡ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്. ഓക്കെ, എന്താണ് ബെഞ്ച് മാർക്കിംഗ് എന്ന് പറയുന്നത്? ബെഞ്ച് മാർക്കിംഗ് ആൻഡ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്. എന്താണ് ബെഞ്ച് മാർക്കിംഗ് എന്ന് പറയുന്നത്? ബെഞ്ച് മാർക്കിംഗ് എന്ന് പറയുന്നത് നമുക്ക് സിംപ്ലി എന്താണ് നമ്മളൊരു ബെസ്റ്റ് ഓപ്ഷനിൽ നിന്ന് നമ്മുടെ ബിസിനസ് ഇപ്പം ഇമ്പ്രൂവ് ചെയ്യണം അല്ലേ. നമ്മൾ അത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട്
നമ്മുടെ ഇതിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ഇതിൽ നിൽക്കുന്ന അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള രീതിയിൽ ഫോളോ ചെയ്യുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷൻ അല്ലെങ്കിൽ വേറൊരു ബെസ്റ്റ് കമ്പനിയുമായിട്ട് നമ്മളെന്താണ് ഈ പറയുന്ന കമ്പയർ ചെയ്തിട്ട് അല്ലെങ്കിൽ അത് വെച്ചിട്ട് നമ്മൾ ലേൺ ചെയ്യുന്നതാണ് ഈ ബെഞ്ച് മാർക്കിംഗ് എന്ന് പറയുന്നത്. എന്ന് പറയുന്നത് നമ്മളിവിടെ കമ്പയർ ചെയ്യുന്നത് ഏറ്റവും ബെസ്റ്റ് വെച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ നല്ലൊരു ബെസ്റ്റ് കമ്പനി വെച്ചിട്ടായിരിക്കും നമ്മളിവിടെ കമ്പയർ ചെയ്യുന്നത്. അങ്ങനെ ഒരു കമ്പാരിസൺ ചെയ്തിട്ട് അവരിൽ നിന്ന് നമ്മൾ പഠിക്കും എന്താണ് അവരെങ്ങനെയാണ് ചെയ്യുന്നത്. അങ്ങനെ അവരിൽ നിന്ന് ഓരോ കാര്യങ്ങളും പഠിച്ചിട്ട് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാൻ നിൽക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് ബെഞ്ച് മാർക്കിംഗ് എന്ന് പറയുന്നത്. കാര്യം മനസ്സിലായല്ലോ? ഓക്കെ. സോ ബെഞ്ച് മാർക്കിംഗ് ഈസ് എ പ്രോസസ് ഓഫ് കമ്പയറിങ് അവർ പ്രോസസ്സ്, നമ്മുടെ പ്രോസസ്സ്, പ്രോഡക്ട്സ് അല്ലെങ്കിൽ പെർഫോമൻസ് നമ്മുടെ മുന്നിലുള്ള മറ്റ് ബെസ്റ്റ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയുമായിട്ട് നമ്മൾ എന്താണ് കമ്പയർ ചെയ്തിട്ട് ടു ഐഡന്റിഫൈ എന്താണ് നമ്മുടെ പെർഫോമൻസിന്റെ ഗ്യാപ്സും കാര്യങ്ങളും ഐഡന്റിഫൈ ചെയ്തിട്ട് ബെസ്റ്റ് പ്രാക്ടീസസ് അവരിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മുടെ ഇത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ബെഞ്ച് മാർക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഫൈൻ. സോ ആദ്യം എന്താണ് നമ്മൾ ചെയ്യുന്നത്? ആദ്യം എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റെപ്പ് എന്താണ്? പ്ലാനിങ് അല്ലേ? പ്ലാൻ ചെയ്യാം. ഐഡന്റിഫൈ വാട്ട് ദ ബെഞ്ച് മാർക്ക്, എന്താണ് ബെഞ്ച് മാർക്ക്, ഡിസൈഡ് നിങ്ങൾക്ക് ബെഞ്ച് മാർക്ക് എന്താണെന്ന് ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്ക് എന്താണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത് അല്ലേ? നിങ്ങൾക്ക് എന്താണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത് അത് ആദ്യം എന്താണ് ഡിസൈഡ് ചെയ്യുക, ഐഡന്റിഫൈ ചെയ്യുക. എന്നിട്ട് ഫോർ എക്സാമ്പിൾ എന്താണ് നിങ്ങൾക്ക് കസ്റ്റമർ സർവീസ് ഇമ്പ്രൂവ് ചെയ്യണം. സോ എന്താണ് നിങ്ങളുടെ ബെഞ്ച് മാർക്ക് എന്താണോ അത് ആദ്യം പ്ലാൻ ചെയ്യുക. രണ്ടെന്ന് പറയുന്നത് എന്താണ്? കളക്ട് ഡേറ്റ. പിന്നെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുക അല്ലേ? അപ്പം ഇപ്പം നമുക്ക് എന്താണ് കസ്റ്റമർ സർവീസായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത്, നമ്മുടെ ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ എന്താണ് ഇൻഫർമേഷൻ കളക്ട് ചെയ്യണം അല്ലേ? ഇപ്പം ബെസ്റ്റ് കസ്റ്റമർ അല്ലെങ്കിൽ ഫൈൻഡ് എ കമ്പനി ഇത് റിലേറ്റഡ് എന്താണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എന്താണ് റൺ ചെയ്യുന്ന കമ്പനിയെ നമ്മൾ സെലക്ട് ചെയ്യണം. എന്നിട്ട് അത് അവരുടെ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക. ഇപ്പം ആമസോൺ കസ്റ്റമർ സർവീസിനെ കുറിച്ച് നിങ്ങൾ സ്റ്റഡി ആണെന്ന് വിചാരിക്കുക. സോ ദാറ്റ് ഇസ് നിങ്ങൾ എന്താണ് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ എന്താണ് കമ്പയർ ചെയ്യണം. അനലൈസ് ഗ്യാപ്പ് എന്തെന്ന് വെച്ചാൽ അത് അനലൈസ് ചെയ്യണം. അനലൈസ് ഗ്യാപ്പ് എന്താണ്? നിങ്ങൾ അവിടെ കമ്പയർ ചെയ്യാണ് അല്ലേ? നമ്മുടെ അവരുടെ പെർഫോമൻസും വെച്ചിട്ട് കമ്പയർ ചെയ്തിട്ട് ആ ഗ്യാപ്പ് മനസ്സിലാക്കുകയാണ്. ഫോർ എക്സാമ്പിൾ എന്താണ് അവരുടെ ടെക്സ്റ്റ് എന്താണ് ഡെലിവറി ടൈം, അവരുടെ ക്വാളിറ്റിയും കസ്റ്റമർ സർവീസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ എന്താണ് കമ്പയർ ചെയ്യാണ്. സോ പിന്നെ എന്താണ് നെക്സ്റ്റ് വരുന്നത് എന്താണ്? അഡാപ്റ്റ്സ് ആൻഡ് ഇംപ്രൂവ് അല്ലെ? നമ്മുടെ ഇവിടെ ഇംപ്രൂവ് ചെയ്യാണ്. സോ നമ്മൾ ഇവിടെ എന്ന് പറയുന്നത് അവരുടെ ഇതിൽ നമ്മൾ ഓൾറെഡി കുറെ കാര്യങ്ങൾ പഠിച്ചല്ലേ, അവരുമായിട്ട് കമ്പയർ ചെയ്തിട്ട് അവരുടെ ഇൻഫർമേഷൻസ് വെച്ച് നമ്മൾ പഠിച്ചു. എന്നിട്ട് നമ്മൾ എന്താണ് അതിനനുസരിച്ച് നമ്മൾ ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരാണ്. ഗുഡ് ഐഡിയാസ് അവർ നമുക്ക് കിട്ടിയ ഗുഡ് ഐഡിയാസ് വെച്ചിട്ട് എന്താണ് നമ്മൾ ഇമ്പ്രൂവ് കൊണ്ടുവരുന്നത്, അത് അഡാപ്റ്റ് ചെയ്തിട്ട് ഇമ്പ്രൂവ് കൊണ്ടുവരുന്ന സ്റ്റേജാണ് നെക്സ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ എന്താണ് ഇംപ്ലിമെന്റ് അഡാപ്റ്റ് സമയം പിന്നെ ഇംപ്ലിമെന്റ് ഈ പറയുന്ന ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള പ്രോസസ്സ് നമ്മൾ പിന്നെ എന്താണ് നമ്മൾ മുന്നോട്ടുള്ള ഇതിന് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യും അല്ലേ? ഇംപ്ലിമെന്റ് ചെയ്തതിന് ശേഷം എന്താണ് പിന്നെ നമ്മൾ എന്താണ് മോണിറ്റർ കാര്യങ്ങളും ചെയ്യും. കണ്ടിന്യൂസ്ലി നമ്മുടെ റിസൾട്ട്സും കാര്യങ്ങളും മോണിറ്റർ ചെയ്യുക. അതേ രീതി ഇപ്പം വർക്ക് നല്ലോണമാണോ നടക്കുന്നത്, നമ്മൾ വിചാരിച്ച ഇതിലോട്ട് നമ്മൾ വന്നോ ഇല്ലയോ നമ്മൾ എന്താണ് മോണിറ്റർ ചെയ്ത് റിവ്യൂ ചെയ്യുക. ഇനിയും നമ്മൾ എന്താണ് പ്രോബ്ലംസ് ഫേസ് ചെയ്യണമെങ്കിൽ പിന്നെ നമ്മൾ എന്താണ് ഈ പ്രോസസ്സ് ഫോളോ ചെയ്യും. പിന്നെയും പ്ലാൻ ചെയ്തു, ഡേറ്റ കളക്ട് ചെയ്യുന്നു, ഗ്യാപ്പ് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നു. സോ ദിസ് വാട്ട് എന്താണ് ബെഞ്ച് മാർക്കിംഗ് എന്ന് പറയുന്നത്, അതിന്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്. ബെഞ്ച് മാർക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാളെ കോപ്പി ചെയ്യുകയല്ല, നമ്മൾ ലേൺ ചെയ്യാണ്. നമ്മൾ അവിടെ നിന്ന് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാണ്ട് നമ്മൾ അതിൽ നിന്ന് ഓരോ കാര്യങ്ങൾ പഠിക്കുകയാണ്. ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് കോപ്പി. ഓക്കെ, നെക്സ്റ്റ് എന്താണ് ബെഞ്ച് മാർക്കിംഗ് പറഞ്ഞു. പിന്നെ എന്താണ് ഈ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് അല്ലേ? ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ എവ്രി വൺ ഇൻ ദ കമ്പനി, ഇവിടെ എന്ന് പറയുന്നത് എവ്രി വൺ ഇൻ ദ കമ്പനി ദേ വിൽ ബി വർക്കിംഗ് ടുഗദർ നമ്മുടെ നമ്മുടെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഓൾ ടൈം ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ട് അവർ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഈ പറയുന്ന ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇത് മാനേജ്മെന്റ് അപ്രോച്ച് ഫോക്കസ് ഓൺ കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് ആണ് അല്ലേ? ഇതെന്ന് പറയുന്നത് കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് ആണ്, ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ആണ് അക്രോസ് എന്താണ് ഓൾ ഫങ്ഷൻസ് അറ്റ് ഓൾ ലെവൽസ് ഇൻ ഓർഡർ ടു മീറ്റ് ഓർ എക്സീഡ് കസ്റ്റമർ എക്സ്പെക്ടേഷൻസ് മീറ്റ് ചെയ്യാനും അത് എക്സീഡ് ചെയ്യാനുമായിട്ട് എന്താണ് നമ്മൾ കണ്ടിന്യൂസ്ലി
എന്താണ് എല്ലാവരും നമ്മുടെ കമ്പനിയിലുള്ള എല്ലാവരും ഒരുമിച്ചിരുന്ന് കണ്ടിന്യൂസ്ലി അവർ ഇമ്പ്രൂവ്മെന്റിന് വേണ്ടി വർക്ക് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വർക്ക് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്നത്. പ്രോസസ് ഓറിയന്റേഷൻ, കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെന്റ് ആണ്, കസ്റ്റമർ ഫോക്കസ് ആണ്, ടോട്ടൽ ഓൾ ദ എംപ്ലോയീസ് ഇവിടെ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ബാക്കി കാര്യങ്ങൾ വായിച്ചു നോക്കുക. ഓക്കെ നമുക്ക് എന്താണ്, ഓക്കെ ഇവിടെ പ്രിൻസിപ്പിൾസ് ഓഫ് TQM പറഞ്ഞിട്ടുണ്ട് അല്ലെ, സോ അതും കൂടി നോക്കാം. പ്രിൻസിപ്പിൾസ് ഓഫ് TQM എന്താണ്? ആദ്യം എന്ന് പറയുന്നത് കസ്റ്റമർ ഫോക്കസ് ആണ് അല്ലെ. കസ്റ്റമർ ഫോക്കസ് എന്ന് അവർ മെയിൻലി കസ്റ്റമർ ഫോക്കസ് ആണ്, അവർക്ക് ഗുഡ് ക്വാളിറ്റിയും പ്രോഡക്ട്സും സർവീസും കൊണ്ടാണ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നതാണ്. സോ ഇറ്റ് ഇസ് മെയിൻലി കസ്റ്റമർ ഫോക്കസ് ആണ്. രണ്ടെന്ന് പറയുന്നത് ലീഡർഷിപ്പ് ആണ് അല്ലെ. ലീഡേഴ്സ് എന്താണ്, എംപ്ലോയീസിനെ ഗൈഡ് ചെയ്യും, അവർ ഇംപ്രൂവ് ചെയ്യാനും അവരുടെ ക്വാളിറ്റിയും കാര്യങ്ങളും ഇംപ്രൂവ് ചെയ്യാനും അവരെ ഗൈഡ് ചെയ്യും. പിന്നെയെന്ന് പറയുന്നത് എംപ്ലോയി ഇൻവോൾവ്മെന്റ് അല്ലെ. എവറി എംപ്ലോയി ഈ പറയുന്ന ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്, ഇത് നമ്മുടെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഇതിന് ഇൻവോൾവ് ചെയ്യും. സോ ഇറ്റ് ഇസ് എംപ്ലോയി ഇൻവോൾവ്മെന്റ്. പിന്നെ ഇതെന്ന് പറയുന്ന പ്രോസസ് അപ്രോച്ച് അല്ലേ. പ്രോസസ് അപ്രോച്ച് എന്ന് പറയുന്നത് ഇവരെന്ന് പറയുന്നത് മാനേജ് പ്രോസസ് ടു അച്ചീവ് എന്താണ് ബെറ്റർ റിസൾട്ട്സ് കൊണ്ടുവരാനായിട്ട് ഇവർ ശ്രമിക്കും. മീൻസ് ദ വേ എന്ന് പറയുന്നത് വർക്ക് ഇസ് ഇംപ്രൂവ് ദ വേ അവർ ഓൾറെഡി വർക്ക് ചെയ്യുന്ന ഇതുണ്ടല്ലോ, ദേ ആർ ട്രൈങ് ടു ഇംപ്രൂവ് ദ വേ ദേ ആർ വർക്കിംഗ്. അതുകൊണ്ടാണ് ഇത് ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്നത് അല്ലേ. പ്രോസസ് അപ്രോച്ച് ആണ്, കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് ആണ്, എവറി ഡേ ദേ വിൽ ബി ഇതെന്താണ് ഫോക്കസ് ഓൺ ഇംപ്രൂവിങ്, ദാറ്റ് ഇസ് വാട്ട് ഇസ് കോൾഡ് കണ്ടിന്യൂസ് ഇംപ്രൂവിങ് എന്ന് പറയുന്നത്. പിന്നെ എന്ന് പറയുന്നത് ഫാക്ട് ബേസ്ഡ് ഡിസിഷൻ മേക്കിംഗ് ആണ്. ഇവരുടെ ഡിസിഷൻസ് എന്ന് പറയുന്നത് ഫാക്ട്സ് റിലേറ്റഡും ഡേറ്റ റിലേറ്റഡ് ആണ് അല്ലെ. ഡേറ്റയും അവർ അനലൈസ് ചെയ്ത് ഡേറ്റ വെച്ചിട്ടൊക്കെ ആയിരിക്കും അവർ ഡിസിഷൻസ് എടുക്കുന്നത്. സോ പിന്നെ മ്യൂച്വലി ബെനിഫിഷ്യൽ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ദേ ആർ വെരി ക്ലോസ്ലി വിത്ത് എന്താണ് സപ്ലയേഴ്സുമായിട്ട് ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യും അല്ലെ. ഒരു ക്ലോസ് നമ്മുടെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് എന്താണ് നമ്മുടെ സപ്ലൈസൊക്കെ ആയിട്ട് ലോങ് ടേം എന്താണ് ഈ പറഞ്ഞ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യും, മ്യൂച്വലി ബെനിഫിഷ്യൽ റിലേഷൻഷിപ്പ്. ഓക്കെ, നോട്ട് ചെയ്യാം. ബാക്കി കാര്യങ്ങൾ വായിക്കാൻ മറക്കരുത്, പോസ് ചെയ്തിട്ട് വായിക്കുക. പിന്നെ നമ്മൾ പറയുന്നത് എന്താണ് ബാലൻസ്ഡ് സ്കോർ കാർഡ്. എന്താണ് ഈ പറയുന്ന ബാലൻസ്ഡ് സ്കോർ കാർഡ് എന്ന് പറയുന്നത്? എന്താണ് ബാലൻസ്ഡ് സ്കോർ കാർഡ് എന്ന് പറയുന്നത് ഒരു ടൂളാണ്. ആ ടൂൾ എന്ന് പറയുന്നത് നമ്മുടെ കമ്പനിയിലെ എന്താണ് അവരുടെ പെർഫോമൻസ് മെഷർ ചെയ്യാനും അവരുടെ ഓവറോൾ പെർഫോമൻസ് മെഷർ ചെയ്യാനും ഇംപ്രൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൂളാണ് ബാലൻസ്ഡ് സ്കോർ കാർഡ് എന്ന് പറയുന്നത്. നമ്മുടെ കമ്പനിയുടെ പെർഫോമൻസ് എന്താണ് അവരുടെ ഓവറോൾ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാനും മെഷർ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൂളാണ് ഈ പറയുന്ന ബാലൻസ് സ്കോർ കാർഡ്. സിംപ്ലി നമുക്ക് പറയുകയാണെങ്കിൽ ഇതെന്ന് പറയുന്നത് നമ്മുടെ കമ്പനി നല്ല രീതിയിലാണോ പോകുന്നതെന്ന് ഇല്ലയോ എന്ന് ഇത് ചെക്ക് ചെയ്യും. ഇതെന്താണ് നമ്മുടെ ബിസിനസിന്റെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും, നമ്മുടെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ഫിനാൻഷ്യലും നോൺ ഫിനാൻഷ്യൽ ബെസ്റ്റ് ചെയ്ത് ബാലൻസ് ചെയ്യാണ് നമ്മുടെ ഓവറോൾ പെർഫോമൻസ് ലോങ് ടേം സക്സസിന് വേണ്ടിയിട്ട്. ഓക്കെ, ദാറ്റ് ഈസ് വാട്ട് എന്താണ് ബാലൻസ് സ്കോർ കാർഡ് എന്ന് പറയുന്നത്. ഈ പറയുന്ന 4 പെർസ്പെക്റ്റീവ്സ് ഓഫ് BGS എന്താണ്? ഒന്നെന്ന് പറയുന്ന ഫിനാൻഷ്യൽ പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത് ചെക്സ് ദ കമ്പനീസ് മണി ആൻഡ് പ്രോഫിറ്റ് അല്ലെ. ഒന്ന് പറയുന്നത് നമ്മുടെ ഫിനാൻഷ്യൽ പെർസ്പെക്റ്റീവ് എന്ന് പറയുമ്പോൾ നമ്മുടെ കമ്പനിയുടെ എന്താണ് മണീസും പ്രോഫിറ്റും പ്രോഫിറ്റ് സെയിൽസ് കോസ്റ്റ് കാര്യങ്ങൾ എന്താണ് ഇവർ ചെക്ക് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ഇനഫ് പ്രോഫിറ്റ് നമ്മൾ മേക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് ഇവർ ചെക്ക് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് ഫിനാൻഷ്യൽ പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ രണ്ടെന്ന് പറയുന്നത് കസ്റ്റമർ പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത് കസ്റ്റമേഴ്സ് ഹാപ്പി ആണോ ഇല്ലയോ എന്ന് ചിന്തിക്കുകയാണ്. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻസും അവരുടെ കംപ്ലയിൻസും കാര്യങ്ങളും വരും, കസ്റ്റമർ ലോയാലിറ്റി ഇതെല്ലാം വരുന്നതാണ്. എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രോഡക്റ്റും സർവീസും വെച്ചിട്ട് നമ്മുടെ കസ്റ്റമേഴ്സ് ഹാപ്പി ആണോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് ഈ പറയുന്ന കസ്റ്റമർ പെർസ്പെക്റ്റീവ് എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇന്റേണൽ ബിസിനസ് പ്രോസസ് എന്ന് പറയുമ്പോൾ നമ്മുടെ കമ്പനി ഹൗ വെൽ ഇറ്റ് പെർഫോംസ് അല്ലെ. നമ്മുടെ കമ്പനി നല്ല രീതിയിലാണോ വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ്. ലൈക്ക് നമ്മുടെ കമ്പനിയുടെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്നതാണ്. ലൈക്ക് നമ്മുടെ പ്രോഡക്റ്റ് ക്വാളിറ്റി ആണെങ്കിലും പ്രോസസ്സിന്റെ ആണെങ്കിലും നമ്മുടെ പ്രൊഡക്ഷന്റെ സ്പീഡ് ആണെങ്കിലും നമ്മുടെ ഡെലിവറി ടൈം ആണെങ്കിലും നമ്മുടെ ഇന്റേണൽ പ്രോസസ്സും കാര്യങ്ങളും ചെക്ക് ചെയ്യുന്നതാണ്. ബിസിനസ് റിലേറ്റഡ് ചെക്ക് ചെയ്യുന്നതാണ് ഇന്റേണൽ ബിസിനസ് പ്രോസസ് പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത്, ഉറപ്പുവരുത്തുന്നതാണ്. പിന്നെ എന്ന് പറയുന്നത് ലേണിംഗ് ആൻഡ് ഗ്രോത്ത് പെർസ്പെക്റ്റീവ് എന്ന് പറയുമ്പോൾ
എംപ്ലോയീസിനെ ഇംപ്രൂവ്മെന്റിനെ ഫോക്കസ് ചെയ്യുന്നതാണ് ഈ പറയുന്ന ലേണിംഗ് ആൻഡ് ഗ്രോത്ത് എന്ന് പറയുന്നത്. അത് എംപ്ലോയി ട്രെയിനിങ്ങും പിന്നെ എന്താ എംപ്ലോയിയുടെ സ്കിൽസും പിന്നെ ന്യൂ ഐഡിയാസും ഇന്നോവേഷനും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. എംപ്ലോയീസ് എന്താണ് അവർ ലേൺ ചെയ്യുന്നുണ്ട്, അവർ ഇംപ്രൂവ് ചെയ്യുന്നുണ്ട് ചെക്ക് ചെയ്യുന്നതാണ് ഈ പറയുന്ന ലേണിംഗ് ആൻഡ് ഗ്രോത്ത് പെർഫോമൻസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് പിന്നെന്താണ് വരുന്നത്, ഇത് ജസ്റ്റ് നിങ്ങൾ എന്താണ് വായിച്ചു വെച്ചിരുന്നാൽ മതി. ബാലൻസ് സ്കോർ കാർഡ് എന്താണെന്ന് അറിഞ്ഞിരിക്കാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ എന്തിലോട്ടാ പോകുന്നത്? നെക്സ്റ്റ് നമ്മൾ എന്താണ് കൺട്രോളിങ്ങിന്റെ കീ കൺസെപ്റ്റ്സ് ആണ്. ഇന്ന് നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. മീനിങ് ഓഫ് കൺട്രോളിങ്, ഇമ്പോർട്ടൻസ്, സ്റ്റെപ്സ്, ടൈപ്സ് ഓഫ് കൺട്രോൾ, ബഡ്ജറ്ററി കൺട്രോൾ, മാനേജ്മെന്റ് ബൈ എക്സെപ്ഷൻ, ബെഞ്ച് മാർക്കിംഗ് പറഞ്ഞു, ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് പറഞ്ഞു, ബാലൻസ് കോൾ, മോഡേൺ കൺട്രോളിംഗ് ടെക്നിക്സ്. ഇത് നിങ്ങൾ വായിച്ചു വയ്ക്കുക. ഓക്കെ, സോ ദിസ് ഇസ് വാട്ട് കൺട്രോളിങ്ങിന്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. 1 പേജ് റിവിഷൻ. ഇത് നിങ്ങൾ വായിച്ചു നോക്കുക. ഓക്കെ, ചെയ്തിട്ട് നമുക്ക് ഇത് പ്രിപ്പയർ ചെയ്തിട്ട് നമുക്ക് നാളത്തെ ക്ലാസ്സിൽ നമ്മളിത് ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓക്കെ, സോ ഇത് പാസ് ചെയ്തിട്ട് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുക. സോ ഓക്കെ, എനിവേ താങ്ക് യു സോ മച്ച്. ആൻഡ് നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഫൈൻ, താങ്ക് യു.